إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ് എന്ന സാക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക, നബിയെ അനുസരിക്കുക, നബിയെ ധിക്കരിക്കാതിരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയായി പിൻപറ്റുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക. ഈ 5 കാര്യങ്ങൾ കഴിഞ്ഞ 2 ഖുത്ബകളിൽ നാം മനസ്സിലാക്കി. 5ാമത്തെ കാര്യമായ നബിയെ ഇഷ്ടപ്പെടുക എന്നതിലുള്ള 3 തരം മനുഷ്യരിൽ പരിധി വിട്ട് നബിയെ സ്നേഹിക്കുന്ന ആളുകളും അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നവരും അവർക്ക് സംഭവിക്കുന്ന ശിർക്കിന്റെ ചില ഉദാഹരണങ്ങളും നാം മനസ്സിലാക്കുകയുണ്ടായി. 2ാമത്തെ വിഭാഗം പ്രവാചകനെ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തിയവരാണ്. 1 പരിധി വിട്ടവർ, 2 അതിൽ വീഴ്ച വരുത്തിയ ആളുകൾ, കുറവ് വരുത്തുന്ന ആളുകൾ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും നിർദ്ദേശിക്കുകയും കൽപ്പിക്കുകയും അതുപോലെ ചെയ്യരുത് എന്ന് വിലക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ആ കൽപ്പനക്കുള്ളിലോ വിലക്കിന്റെ വേലിക്കെട്ടുകൾക്ക് അകത്തോ നിൽക്കാതെ അതിനപ്പുറം പോകുന്ന ആളുകൾ. നബിയുടെ കൽപ്പന അനുസരിക്കുന്നില്ല, വിലക്കുകൾ പാലിക്കുന്നില്ല. ഇത് നബിയോടുള്ള സ്നേഹത്തിനെതിരാണ്. ജമാഅത്തായി നമസ്കരിക്കാൻ ഖുർആൻ തന്നെ നിർദ്ദേശിച്ചതാണ്. ഫർള് നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കണം. യുദ്ധത്തിൽ പോലും ജമാഅത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത്. അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നടന്നുകൊണ്ട് നമസ്കരിക്കണം എന്നൊക്കെ ഖുർആൻ പറഞ്ഞു കാണാം. അപ്പൊ പിന്നെ സാധാരണഗതിയിൽ യാതൊരു ഭയപ്പാടുമില്ലാത്തപ്പോൾ ജമാഅത്ത് നമസ്കരിക്കുക എന്ന് പറയുന്നത് അനിവാര്യമാണ് എന്നതിന് വേറെ തെളിവൊന്നും വേണ്ട. എന്നാൽ മുസ്ലിങ്ങളിൽ ഏറെ പേരും ഈ പറഞ്ഞ പ്രാധാന്യമുള്ള നിർബന്ധമായ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതെ ഒറ്റക്ക് നമസ്കരിക്കുന്നവരാണ് പലപ്പോഴും. നബിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നബിയുടെ മാതൃകയും കൽപ്പനയും പിൻപറ്റിക്കൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങളിൽ കൃത്യമായി പങ്കെടുക്കണം. ഞാൻ നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുക, നബി കൽപ്പിച്ച പഠിപ്പിച്ച ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, അത് വീഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിത്തരാനും പഠിപ്പിക്കാനും അതനുസരിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കാനും വേണ്ടി വന്നവരാണ്. ആ ഖുർആനിനെ ഓതണം, വായിക്കണം, പഠിക്കണം എന്നത് ഖുർആനിന്റെയും നബിയുടെ സുന്നത്തിന്റെയും നിർദ്ദേശമാണ്. എന്നാൽ ഖുർആൻ പാരായണം 1 വരി പോലും ഓതാത്തവർ ദിവസവും സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും പാട്ടിനു വേണ്ടി, സംഗീതത്തിനു വേണ്ടി, വാട്സാപ്പിനു വേണ്ടി, അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറയുകയും അതിനെതിരായ പ്രവർത്തനം നടത്തുന്നതിന്റെയും ഉദാഹരണമാണ്. വാക്കിലായാലും പ്രവൃത്തിയിലായാലും സത്യസന്ധന്മാരായിരിക്കണം എന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. സത്യം പറയണമെന്നത് നബിയുടെ കൽപ്പനയാണ്. എന്നാൽ മനുഷ്യർ പലപ്പോഴും ഈ സ്നേഹം പറയുന്ന ആളുകളിൽ പലരും സത്യത്തിന് പകരം കളവ് പറയുകയും സത്യം പ്രവർത്തിക്കുന്നതിന് പകരം കളവ് പ്രവർത്തിക്കുകയും വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ആളുകളായി മാറുന്നു. ഇവർ സുന്നത്തിൽ വീഴ്ച വരുത്തുന്നവരാണ്. ഹലാലായ സമ്പാദ്യം മാത്രമായിരിക്കണം ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. അതല്ലാത്ത സമ്പാദ്യങ്ങൾ പാടില്ല. അതല്ലാത്ത സമ്പാദ്യം അനുവദനീയമാവുകയില്ല. അത് ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുകയില്ല. ഇത് ഖുർആനും നബിയുടെ സുന്നത്തും പഠിപ്പിച്ചതാണ്. എന്നാൽ മുസ്ലിങ്ങളിൽ ഏറെപ്പേരെ പരിശോധിച്ചാൽ ഹറാമായ സമ്പാദ്യം കൊതിക്കുന്നവരോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരോ അത് തിന്നുന്നവരോ അത് തീറ്റിക്കുന്നവരോ ആണ് എന്നത് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതും പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും പ്രവാചകനെ സ്നേഹിക്കുക എന്നത് പ്രവാചകനെ അനുസരിച്ചുകൊണ്ടാകുന്നതിന് പകരം പ്രവാചകനെ ധിക്കരിച്ചുകൊണ്ട് സ്നേഹിക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. നീതി പാലിക്കണം, നീതി പുലർത്തണം. ഒരു വിഷയത്തിൽ മാതാപിതാക്കൾ പോലും കുടുംബക്കാർ പോലും നീതിക്കെതിരായാൽ അവിടെ വാപ്പാ, കുടുംബം, മക്കൾ എന്നതല്ല നോക്കേണ്ടത്. ആ ബന്ധത്തിനപ്പുറത്ത് നീതിയുടെ പക്ഷത്ത് നിൽക്കുകയും അന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ പാടില്ല എന്നതും ഖുർആനും ഹദീസും പഠിപ്പിച്ചതാണ്. എന്നാൽ ജീവിതത്തിലും കുടുംബത്തിലും നാട്ടിലും മഹലിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നീതിയുടെ, സത്യത്തിന്റെ പക്ഷത്തല്ല മനുഷ്യൻ പലപ്പോഴും ചേരാറുള്ളത്.
മറിച്ച് എന്റെ ബാപ്പയാണോ, എന്റെ ഭാര്യയാണോ, എന്റെ ഭർത്താവാണോ, എന്റെ മകനാണോ, എന്റെ സഹോദരനാണോ, എന്റെ കുടുംബക്കാരനാണോ, എന്റെ തറവാട്ടുകാരനാണോ, അവിടെ നീതിയാണെങ്കിലും അനീതിയാണെങ്കിലും അതിന്റെ പക്ഷത്ത് നിൽക്കുകയും നീതിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് ഞാൻ ചില ഉദാഹരണങ്ങൾ സാധാരണ നാട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ, ഇങ്ങനെ പലതും പരിശോധിച്ചാൽ നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുക, അതിനെതിരെ പ്രവർത്തിക്കുക, നബിയുടെ സുന്നത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്, ബിദ്അത്തിനെ എതിർക്കുന്നവരാണെന്ന് പറയുക, എന്നാൽ ബിദ്അത്തിനെ എതിർക്കുകയും അതോടൊപ്പം സുന്നത്തിനെ ഒഴിവാക്കുകയും ചെയ്യുക, ഇതും പ്രവാചകന്റെ സ്നേഹിച്ച് പ്രവാചകനെ പിൻപറ്റുന്നതിന് എതിരായ വീഴ്ച വരുത്തുന്ന ആളുകളുടെ ഉദാഹരണമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ എണ്ണിയാൽ ഒരുപാടുണ്ട്. നമുക്ക് നമ്മോട് തന്നെ ചോദിച്ചാൽ അത് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകൾ, മറ്റവര് ആദ്യം പറഞ്ഞ ആളുകൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, അതിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത മാർഗങ്ങൾ ചെയ്ത് ബിദ്അത്തിലേക്കും ശിർക്കിലേക്കും പോയി. രണ്ടാമത്തെ കൂട്ടർ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്നേഹിക്കുന്നതിനെതിരായ ധിക്കാരത്തിന്റെ മാർഗത്തിലേക്ക് പോവുകയും ചെയ്തു. രണ്ടും അപകടമാണ്. ഇതിനേക്കാൾ അപകടമാണ് ആദ്യം പറഞ്ഞത്. അതുപോലെ വേറെ ചില ആളുകൾ മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വാക്കിൽ മാത്രം മതി, പ്രവർത്തനത്തിൽ വേണ്ടതില്ല. നമ്മൾ തന്നെ പറയും, പല ആൾ പറയും, അത് ഇജ്ജ് നോക്കണ്ട, എന്റെ താടി എന്താ അങ്ങനെ, നിന്റെ മീശ എന്താ അങ്ങനെ, നീ എന്താ ഈ കോലത്തിൽ നടക്കുന്നത്, എന്താ നിന്റെ വേഷം ഇങ്ങനെ, നിന്റെ വസ്ത്രം എന്താ ഇങ്ങനെ നെരിയാണിക്ക് താഴെ എന്നൊക്കെ ചോദിച്ചാൽ പറയും, വിശ്വാസം ഇവിടെയാണ്, അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ്, എന്റെ ഹൃദയത്തിലാണ്, എന്റെ കോലത്തിലേക്ക് നീ നോക്കണ്ട എന്ന് പറയും. അത് പറയുന്നത് എന്തിനാ? അവൻ ചെയ്യുന്ന തമ്മാടിത്തത്തെ ന്യായീകരിക്കാനാണ്. അപ്പോ വിശ്വാസം, ഭക്തി എന്ന് പറയുന്നത് മനസ്സിലുണ്ടായാൽ മതി, ജീവിതത്തിലോ പ്രവർത്തനത്തിലോ വേണ്ടതില്ല എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ തത്വങ്ങൾക്കെതിരാണ്. മറിച്ച് ഭയഭക്തി, തഖ്വ, സ്നേഹം എന്ന് പറയുന്നത് അത് വാക്കിലുണ്ടാകണം, വിശ്വാസത്തിലുണ്ടാകണം, പ്രവർത്തനത്തിലും ഉണ്ടാകണം. അതല്ലാതെ വാക്കിലുണ്ടായാൽ മതി, മനസ്സിലുണ്ടായാൽ മതി എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ ആളുകളുടെ നടപടികളോട് സാദൃശ്യമായ ഒരു ഏർപ്പാടാണ്. പണ്ടുകാലത്ത് അങ്ങനെ അറിയപ്പെട്ട ഒരാളുകളുണ്ട്, മുർജിയാക്കൾ, ഇർജാന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസവും പ്രവൃത്തിയുമായി ബന്ധമില്ല, മനസ്സിലുണ്ടായാൽ മതി, പ്രവൃത്തി വേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെ പറയുന്നില്ലെങ്കിലും പ്രവർത്തന തലത്തിൽ നോക്കിയാൽ അതാണ്, വാക്കിലുണ്ട്, കർമ്മത്തിലില്ല. മറ്റവർ പച്ചക്ക് പറയുന്നു, നമ്മൾ പച്ചക്ക് പറയുന്നില്ല, പക്ഷേ ഫലത്തിൽ ഒരേപോലെ, വാക്കിൽ മാത്രം, പ്രവർത്തനത്തിലില്ല. അതുമായി ബന്ധപ്പെട്ട് മൂന്നാമതായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിക്കേണ്ട മര്യാദകളും നബിയോട് ചെയ്യേണ്ടുന്ന കടമകളും നിർവഹിക്കേണ്ടതുണ്ട്. അത് നിർവഹിക്കാത്തവൻ നബിയെ സ്നേഹിക്കുന്നവനല്ല. അത്തരം ആളുകളെ ഖുർആൻ ആക്ഷേപിച്ചതായി നമുക്ക് കാണാം. സൂറത്തുൽ ഹുജറാത്ത് അതിലെ 4-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീടിന്റെ പിന്നിൽ വന്നുകൊണ്ട് ചില ആളുകൾ മുഹമ്മദേ എന്ന് വിളിച്ചു, പേര് വിളിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും മറ്റ് പ്രവാചകന്മാരെ പേര് വിളിച്ച് സംബോധന ചെയ്ത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാം. പക്ഷേ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ അള്ളാഹുവിന്റെ അടിമയായ മുഹമ്മദിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്തും യാ മുഹമ്മദ്, മുഹമ്മദേ എന്ന് വിളിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹുവിന്റെ ദൂതരെ, പ്രവാചകരെ എന്നാണ് നബിയെ വിളിച്ചിട്ടത്. ഇത് മറ്റൊരു പ്രവാചകനോടും നബി കാണിക്കാത്ത ഒരു സംബോധന രീതിയാണ് മുഹമ്മദ് നബിയോട്. അപ്പൊ പിന്നെ അള്ളാഹു പോലും മുഹമ്മദേ എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് മുഹമ്മദ് എന്ന് പറയാം, ഒരു വിവരം അറിയിക്കുന്ന ഇഖ്ബാറിന്റെ സമയത്ത്? പക്ഷെ മുഹമ്മദേ എന്ന് വിളിക്കാൻ നബി ജീവിച്ചിരിക്കുമ്പോൾ നബിയെ അങ്ങനെ വിളിക്കാൻ ഒരാൾക്ക് സാധിക്കുകയില്ല. അപ്പൊ നബിയുടെ കാലഘട്ടത്തിൽ നബിയുടെ വീട്ടിന്റെ പിന്നിൽ വന്നുകൊണ്ട് അവർ നബിയെ വിളിച്ചു, ഈ പറഞ്ഞ രീതിയിൽ വിളിച്ചു. ആ ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അക്സറുഹും ലാ യഅഖിലൂൻ, അവർ അധിക പേരും ചിന്തിക്കാത്ത ആളുകളാണ്. എന്നാൽ നല്ല അക്കലില്ല അർത്ഥം. അക്കലുള്ളവനാണെങ്കിൽ അങ്ങനെ വിളിക്കൂല. അത് മുന്നിൽ വന്നാണ് വിളിക്കേണ്ടത്. ഇത് ബാക്കിൽ വന്ന് വിളിക്കുന്നു, വീടിന്റെ ബാക്ക് ഭാഗത്ത്. ഒരാളെ നമ്മൾ വീട്ടിൽ ചെന്നാൽ സമീപിക്കേണ്ടത് മുൻഭാഗത്ത് കൂടിയാണ്, ബാക്ക് കൂടിയല്ല. അപ്പൊ ഈ മര്യാദകളൊക്കെ അവിടെ ലംഘിച്ചു. ഇത് നബിയോടുള്ള കടമകൾ ലംഘിച്ചതിന് ഉദാഹരണമായി ഖുർആൻ എടുത്തു പറഞ്ഞു. അതിന്റെ മുന്നത്തെ 3-ാമത്തെ വചനത്തിൽ അള്ളാഹു നബിയോടുള്ള കടമകൾ പാലിച്ച ആളുകളെ പ്രശംസിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. ഇന്നല്ലദീന യഗ്ളുന അസ്വാതഹും ഇൻദ റസൂലില്ലാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വെച്ച് തങ്ങളുടെ ശബ്ദങ്ങൾ താഴ്ത്തിയ ആളുകൾ, അതായത് ഉറക്കെ സംസാരിക്കാത്തവർ, ഉറക്കെ വിളിക്കാത്ത ആളുകൾ, ഉലൈക അല്ലദീന അംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ,
ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അലീം. തഖ്വയുടെ കാര്യത്തിൽ അള്ളാഹു ഏതൊരുത്തരുടെ ഹൃദയത്തെ പരീക്ഷിച്ചിട്ടുണ്ടോ ആ പരീക്ഷണം നടത്തിയ അതിൽ വിജയിച്ച ആളുകളാകുന്നു നബിയെ പതുക്കെ വിളിച്ച ആളുകൾ. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലവും പാപമോചനവുമുണ്ട്. നബിയോട് കാണിക്കേണ്ട മര്യാദകൾ പാലിക്കുക, ഇതൊന്നും പാലിക്കാതെ അതിനെതിരിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അതിൽ വീഴ്ച വരുത്തുകയും ചെയ്യുന്നവരാണ് എന്നർത്ഥം. ഇനി മൂന്നാമത്തെ വിഭാഗം ആളുകൾ വീഴ്ച വരുത്തിയവരും പരിധി വിട്ടവരും പിന്നെ രണ്ടിനും അടക്കമുള്ള മധ്യമ നിലപാട് സ്വീകരിച്ചവർ. അവരാരാ? അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞ രണ്ട് സ്വഭാവക്കേടില്ലാത്ത ആളുകൾ, പരിധി വിട്ടിട്ടില്ല, വീഴ്ച വരുത്തിയിട്ടുമില്ല. ഖുർആനും സുന്നത്തും എങ്ങനെ നബിയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, പെരുമാറണം, വിളിക്കണം എന്നൊക്കെ പറഞ്ഞുവോ ആ രീതിയിൽ തന്നെ നബിയെ സ്നേഹിക്കുന്ന ആളുകൾ. ആ കൂട്ടരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ ആയത്ത് കാണാം, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികൾ ആരാണ്? ആ സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ദേഹങ്ങളെക്കാൾ അവരോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് നബിയാകുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നേക്കാൾ എന്നോട് ബന്ധപ്പെട്ടത് ഔലാ, ഏറ്റവും അടുത്തവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ ഓരോ സത്യവിശ്വാസിക്കും അവന്റെ സ്വന്തത്തെക്കാൾ അവനോട് അടുത്തു നിൽക്കുന്നത് നബിയാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ആവശ്യങ്ങളെക്കാൾ, എന്റെ നിലപാടിനേക്കാൾ ഞാൻ മുന്തിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമാണ്, നബിയുടെ വാക്കിനെയാണ്, നബിയുടെ പ്രവൃത്തിയാണ്, നബിയോടുള്ള സ്നേഹത്തെയാണ്. അപ്പൊ നോക്കൂ, അത് കഴിച്ചിട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചിട്ടേ ബാക്കി എന്തുള്ളൂ. ഇത് സത്യവിശ്വാസികളെ കുറിച്ച് സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ അഅറാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരാതെ നബിയുടെ അടുക്കൽ നിന്ന് പഠിക്കുന്നതിൽ നിന്ന് പിന്തി നിന്ന മദീനയിലെ അഅറാബികളെ കുറിച്ച്, ഗ്രാമീണവാസികളായ ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു അത് ശരിയല്ല എന്ന് പറഞ്ഞതിനെ അല്ലാഹു പറയാൻ, വലാ യർഗബു ബി അൻഫുസിഹിം അൻ നഫ്സിഹി. അവർ അവരുടെ ദേഹത്തെ തൊട്ട് അല്ലെങ്കിൽ ശരീരങ്ങളെ കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ കൊണ്ട് നബിയെ വെറുക്കുകയും ചെയ്യരുതായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യത്തിന് വേണ്ടി നബിയോടോ നബിയുടെ നിലപാടിനോടോ വെറുപ്പ് കാണിക്കാൻ പാടില്ല. മറിച്ച് സ്വന്തത്തിന്റെ ആവശ്യം മാറ്റിവെച്ച് നബിയോടുള്ള താല്പര്യമാണ് പ്രകടിപ്പിക്കേണ്ടത്. അതാണ് മധ്യമ നിലപാട് സ്വീകരിച്ചവരുടെ ഉദാഹരണം. സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ആ മാതൃക എല്ലാ നിലയിലും പിൻപറ്റേണ്ടതുണ്ട്, നടപ്പിലാക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് സൂറത്തുൽ അഹ്സാബിൽ 56-ാമത്തെ വചനം. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മലക്കുകളുടെ അടുക്കൽ വെച്ച് പ്രശംസിക്കുന്നു. അതാണ് അള്ളാന്റെ സലാത്ത് എന്നാൽ. മലക്കുകൾക്കടുത്ത് നബിയുടെ കാര്യങ്ങൾ എടുത്തു പറയുക, നബിയെ കുറിച്ചുള്ള പ്രശംസ. മലക്കുകൾ നബിക്ക് വേണ്ടി സലാത്ത് ചെല്ലുന്നു, എന്നാൽ നബിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവിന്റേതായ ഒരു സലാത്തുണ്ട്, മലക്കുകളേതായ ഒരു സലാത്തുണ്ട്. അതുകൊണ്ട് വിശ്വസിച്ചവരെ നിങ്ങൾ നബിക്ക് വേണ്ടി സലാത്തും സലാമും ചൊല്ലണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ, ഇനി അതല്ലാതെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഒക്കെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാത്ത് ചെല്ലുന്നത്, കേൾക്കുമ്പോൾ നബിക്ക് വേണ്ടി സലാത്ത് ചെല്ലുന്നത്, ഇതൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നത് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള നബിയെ ഏറ്റവും അടുത്തവനായി, ബന്ധപ്പെട്ടവനായി, പിന്തുടരേണ്ടവനായി, അനുകരിക്കേണ്ടവനായി, സ്നേഹിക്കേണ്ടവനായി കണക്കാക്കി പരിധി വിടാത്ത, വീഴ്ച വരുത്താത്ത മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ. അപ്പൊ നമ്മൾ നബിയെ സ്നേഹിക്കേണ്ടത് ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെയാകുമ്പോൾ നബി പറയാത്തൊരു കാര്യം നമ്മൾ പറയരുത്, അല്ലെങ്കിൽ പറയാൻ അനുവദിക്കാത്തൊരു കാര്യം ദീന്റെ കാര്യത്തിൽ പറയാൻ പാടില്ല. നബി ചെയ്യാത്ത ഒരു കാര്യം ദീനായി ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത, വെറുക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ പാടില്ല. അങ്ങനെ വിദഅത്തിൽ നിന്നും നബിയുടെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. അതുകൊണ്ട് തന്നെ നബിയുടെ ഇഷ്ടത്തിനെതിരായ, നബിയുടെ സുന്നത്തിനെതിരായ കാര്യങ്ങൾ സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ സൂറത്തു ഖസസിലെ 50-ാമത്തെ വചനത്തിൽ ചോദിച്ചു, അമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാ. സ്വന്തം താൽപര്യത്തെ പിൻപറ്റിയവനേക്കാൾ പിഴച്ചവനാരാണ്? ബിഗൈരി ഹുദം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനമില്ലാതെ. അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത് രണ്ടുമില്ലാതെ, അത് രണ്ടിനെയും സ്വീകരിക്കാതെ സ്വന്തം താൽപര്യത്തെ പിൻപറ്റിയവൻ, അവനവന്റെ താൽപര്യത്തിന് പിന്നാലെ പോവുക. അത് നേരത്തെ പറഞ്ഞ രണ്ടു കൂട്ടരിലുമുണ്ട്. ഏത് പരിധി വിട്ടവരിലുമുണ്ട്, വീഴ്ച വരുത്തിയവരിലുമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തൊരു ഭാഗത്തുണ്ടായിരിക്കെ
അത് വിട്ട് അപ്പുറം പോകുന്നവർ ഇച്ഛയെ പിൻപറ്റുന്നവരാണ്. വിദഅത്തിന്റെ ശിർക്കിന്റെ പിന്നാലെ പോകുന്നവർ, നബിയുടെ സുന്നത്തിനെ സ്വീകരിക്കാതെ അതിനെ തിരസ്കരിച്ചുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്നവർ, വീഴ്ച വരുത്തുന്നവർ, അവരും ഇച്ഛയെ പിൻപറ്റുന്നവരാണ്. അപ്പോ അങ്ങനെ ആകുന്നതിനെ ഏറ്റവും പിഴച്ചവനായി അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിൽ പറയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു, ഇതാകുന്നു എന്റെ ചൊവ്വായ മാർഗം. നബി പറയാണ്, ഞാനീ ജീവിക്കുന്നതാണ് എന്റെ ചൊവ്വായ പാത, നിങ്ങൾ അതിനെയാണ് പിൻപറ്റേണ്ടത്. എന്റെ ചര്യയെ, എന്റെ വഴിയെ, എന്റെ മാർഗത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. കാരണം അതാണ് മുസ്തഖീമായ പാത. നമ്മൾ നമസ്കാരത്തിൽ ചോദിക്കുന്ന എന്താ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ പാതയിൽ ചേർക്കണമേ. ആ ചൊവ്വായ പാത ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിച്ചു തന്ന പാതയാണ്. അതുകൊണ്ട് ആ പാതയെ പിൻപറ്റണം. എന്നാൽ നബിയുടെ പാത സ്വീകരിക്കാതെ വേറെ പാതയിലേക്ക്, വേറെ വഴികളിലേക്ക്, വേറെ ഇസങ്ങളിലേക്ക്, വേറെ ത്വരീഖത്തുകളിലേക്ക് പോയാൽ അതെന്താവും? വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും, എന്റെ മാർഗം വിട്ട് നിങ്ങൾ വേറെ വഴികളിലേക്ക് ഭിന്നിച്ചു പോയാൽ അതിനെ നിങ്ങൾ പിൻപറ്റരുത്. അങ്ങനെ പോയാൽ നിങ്ങളിൽ അത് ഛിദ്രതയുണ്ടാക്കും, നിങ്ങൾ ഭിന്നിച്ചു പോകും, എന്റെ മാർഗത്തിൽ നിങ്ങൾ ചെതറിപ്പോകും, വേറിട്ടു പോകും. ഇന്നിപ്പോ അതല്ലേ സംഭവിക്കുന്നത്? മുസ്ലിങ്ങളിൽ ഉണ്ടാകുന്ന പിഴവുകൾ പരിശോധിച്ചാൽ എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിന് പകരം നബിയുടെ മാർഗത്തെ വിട്ട്, നബി പഠിപ്പിച്ച, പറഞ്ഞ, കൽപ്പിച്ച മാർഗം വിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ശിർക്കിലേക്കും വിദ്അത്തിലേക്കും, നബിയുടെ സുന്നത്ത് പിൻപറ്റുന്നതിന് പകരം നബിയുടെ ധിക്കരിക്കുക, നബിയുടെ സുന്നത്തിനെതിരായി പ്രവർത്തിക്കുക എന്ന വഴികളിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ പല കക്ഷികളായി, പല ഗ്രൂപ്പുകളായി, പല പാർട്ടികളായി, പല ഇസങ്ങളിലായി, പല വഴിയിലേക്ക് ചെതറിപ്പോയി. നബിയുടെ മുസ്തഖീമായ ചൊവ്വായ പാത അവിടെ ഉണ്ട്, എന്നാൽ സൈഡിൽ കാണുന്ന വഴികളിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. ഇത് ഖുർആൻ സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ വചനത്തിൽ ശക്തമായി താക്കീത് ചെയ്തിട്ടുള്ള വിഷയമാണ്. അപ്പോ ഈ മധ്യമ നിലപാട് സ്വീകരിച്ച ഉത്തമ സമൂഹം, വസതൻ എന്ന് ഖുർആൻ പറഞ്ഞ ആ മധ്യമ നിലപാടുകാരുടെ, ഇടനില സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടുള്ള യഥാർത്ഥ ആളുകൾ. ആ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. ആറാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെ നബിയോടുള്ള കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നബിക്ക് ശക്തി പകരുകയും ചെയ്യുക. ആദരിക്കുക എന്ന് നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എങ്ങനെയൊക്കെ പെരുമാറണം, സംസാരിക്കണം, നബിയെ കാണുമ്പോഴും പെരുമാറുമ്പോഴും എങ്ങനെ ബഹുമാനിക്കണം. അതുപോലെ തഅ്സീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ ശക്തിപ്പെടുത്തണം, പിന്തുണക്കണം. നബി മരിച്ചുപോയി, പിന്നെങ്ങനെ നബിനെ പിന്തുണക്കൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തരീഖത്ത് ഒരൊറ്റ തരീഖത്തേ ഉള്ളൂ, വേറെ 100,000 തരീഖത്തില്ല. നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട ഖുബൂരികളുടെ ഒരു പുസ്തകത്തിൽ ഒരു മുസ്ലിയാർ എഴുതിയത് 55 തരീഖത്തുകളെ കുറിച്ചാണ്. 55 തരീഖത്ത്, ഇത് കേരളത്തിലുള്ളതും പിൻപറ്റാവുന്നതും. 100 കണക്കിന് തരീഖത്ത് ലോകത്തുണ്ട്. ഒരു തരീഖത്തും അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഒറ്റ തരീഖത്തേ ഉള്ളൂ. അതാ നേരത്തെ പറഞ്ഞ വൻ ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ വഴി. ത്വരീഖത്ത് എന്റെ വഴിയാണ്, എന്റെ വഴി. വേറെ ശൈഖന്മാർ പഠിപ്പിക്കുന്ന തരീഖത്തില്ല, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച തരീഖത്താണ് ഒരു മുസ്ലിമിന്റെ തരീഖത്ത്. ആ തരീഖത്ത് എന്നാൽ നബി പഠിപ്പിച്ചത്, നടപ്പിലാക്കിയത്, പറഞ്ഞത്, കൽപ്പിച്ചത്, നിർദ്ദേശിച്ചത് സ്വീകരിക്കുന്ന, അതല്ലാത്ത ഒരു തരീഖത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ പിൽക്കാലത്ത് ശിർക്കിന്റെയും വിദ്അത്തിന്റെയും ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളുകളും ഉണ്ടാക്കിയിട്ടുള്ള മാർഗങ്ങളാണ് തരീഖത്തുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ നബി പഠിപ്പിച്ച മാർഗത്തെ പിൻപറ്റി, നബി പഠിപ്പിക്കുന്ന മാർഗങ്ങൾ പിൻപറ്റുന്ന ആളുകളെ സ്നേഹിക്കുക, ആ മാർഗത്തോടും മാർഗത്തിന്റെ ആളുകളോടും സ്നേഹം പ്രകടിപ്പിക്കുക, അവർ തമ്മിൽ ഉറ്റ ബന്ധമുണ്ടാകുക, അതും നബിയെ പിൻപറ്റലാണ്, നബിയെ ബഹുമാനിക്കലാണ്, നബിയെ പിന്തുണക്കലാണ്. നബി പഠിപ്പിച്ച ദീനിനെ സഹായിച്ച് നബിയോടുള്ള പിന്തുണ അറിയിക്കുക. അത് നബി മരിച്ചതിനു ശേഷവും പറ്റൂ, എപ്പോഴും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മളാകണം. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹിൽ അള്ളാഹു പറഞ്ഞത് കാണാം, ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വിശ്വസിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കണം, നബി അവന്റെ റസൂലിൽ വിശ്വസിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വിശ്വസിക്കുന്നതോടൊപ്പം അള്ളാഹു നബിയെക്കുറിച്ചൊരു കാര്യം പ്രത്യേകം പറഞ്ഞു, വതുഅസ്സിറൂഹു വതുവഖിറൂഹു, നബിയെ നിങ്ങൾ പിന്തുണക്കണം, ശക്തിപ്പെടുത്തണം. എങ്ങനെ? നേരത്തെ പറഞ്ഞതുപോലെ നബി മരിച്ചു, പക്ഷെ നബിയുടെ മാർഗത്തെ, നബി പഠിപ്പിച്ച ദീനിനെ, നബി പഠിപ്പിച്ച ത്വരീഖത്തിനെ പിൻപറ്റുക, അതിനെ ബലപ്പെടുത്തുക. വതുവഖിറൂഹു, നബിയോട് എങ്ങനെ സംസാരിക്കണം, പെരുമാറണം, നബിയെ എങ്ങനെ വിളിക്കണം, നബിയുടെ അടുക്കൽ എങ്ങനെ ശബ്ദമുയർത്തണം, അതൊക്കെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നബിയെ സ്നേഹിക്കുക, നബി കൽപ്പിച്ചത് സ്വീകരിക്കുക, ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കുക, അത് നബിയോടുള്ള ബഹുമാനമാണ്. അങ്ങനെ നബിയെ ബഹുമാനിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഹുജറാത്തിൽ 1-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി, സത്യവിശ്വാസികളെ
നിങ്ങൾ അള്ളാഹുവിനേക്കാളും നബിയേക്കാളും വേറെ ഒന്നിനെയും മുന്തിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം വരുന്നു, ആ പ്രശ്നത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം നമ്മുടെ മുമ്പിലുണ്ട്, ഇതേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്, അത് ചെയ്യരുത്. അല്ലെങ്കിൽ റസൂലിന്റെ വിധിയുണ്ട്, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നത്തിൽ ഇതാണ് റസൂലിന്റെ കൽപ്പന, ഇത് ചെയ്യണം, അത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇസ്ലാം ഖുർആനിന്റെ അള്ളാഹുവിന്റെയോ റസൂലിന്റെയോ ഒരു കൽപ്പനയോ നിർദ്ദേശമോ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ അപ്പുറത്തെ നിങ്ങൾ വേറെ ഒന്നിനെ മുന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനക്കപ്പുറം പോകരുത്, റസൂലിന്റെ കൽപ്പനക്കപ്പുറവും നിങ്ങൾ പോകരുത്, അതിന്റെ ഉള്ളിൽ നിൽക്കണം. ഇനി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കൂ. എണ്ണി പറയേണ്ട കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയത്തിലും സമ്പാദ്യത്തിലും 100,000 പ്രശ്നങ്ങളിൽ നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള വിഷയങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അത് ഒഴിവാക്കണോ, ഇത് സ്വീകരിക്കണോ, ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോ അവിടെ അള്ളാഹുവിന്റെ റസൂലിന് കൽപ്പന ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് നമ്മുടെ പ്രവർത്തനത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ കുടുംബ ബന്ധത്തെ, നമ്മുടെ രാഷ്ട്രീയ നേട്ടത്തെ, നമ്മുടെ പൊതു താല്പര്യത്തെ ഇതിനൊന്നേ അല്ല മുന്തിക്കേണ്ടത്. നമുക്ക് നഷ്ടം സംഭവിക്കുമെന്ന് തോന്നിയാലും അവിടെ അള്ളാഹുവിന്റെയും റസൂലിനെയുമാണ് മുന്തിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണക്കണം. അതിന്റെ മുമ്പിൽ എന്തൊക്കെ തടസ്സമുണ്ടോ അതിനൊക്കെ മാറ്റിവെക്കണം. ഇത് നബിയോടുള്ള സ്നേഹമാണ്. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ നബിയുടെ സുന്നത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയം മുമ്പിൽ വരികയാണ്, അത് നബിന്റെ ചര്യയാണ്, നബി പഠിപ്പിച്ച രീതിയാണ് എന്ന് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അതിനാണോ മുൻതൂക്കം കൊടുക്കുക? അതല്ല നമ്മുടെ താൽക്കാലികമായ നേട്ടത്തിനോ? നമ്മുടെ താൽക്കാലികമായ നേട്ടത്തിന് മുൻതൂക്കം കൊടുക്കും. അപ്പൊ ആരെ മുന്തിച്ചു? നബിയെ ബേക്കിലാക്കി നമ്മുടെ താല്പര്യത്തെ മുന്നിൽ നിർത്തി. ഇത് പാടില്ല എന്ന് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് സൂറത്തുൽ ഹുജറാത്തിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ 2-ാമത്തെ വ്യാഖ്യാതാവ് എന്നറിയപ്പെടുന്നു. 1-ാമത്തെ വ്യാഖ്യാതാവ് നബിയാണ്. ഖുർആനിന്റെ 1-ാമത്തെ വ്യാഖ്യാനം നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവായി അറിയപ്പെടുന്നതാരാ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് ലാ തഖൂലു ഖിലാഫൽ കിതാബി വസ്സുന്ന, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ഒന്നിനെയും മുന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നാൽ അള്ളാഹുവിന്റെ കിതാബാകുന്ന ഖുർആൻ, റസൂൽ എന്ന് പറഞ്ഞാൽ റസൂലിന്റെ സുന്നത്ത്, നബിന്റെ നടപടിക്രമം, ഇത് രണ്ടിനും എതിരാവരുത് നിങ്ങൾ. അതിനെതിരിലും നിങ്ങളൊന്നും പറയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. ഇത് ഇമാം തൊബരി അദ്ദേഹത്തെ തഫ്സീറിൽ ഈ വാചകം ഉദ്ധരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സൂറത്തുൽ ഹുജറാത്ത് 3-4 ആയത്തുകളും നേരത്തെ വായിച്ചു. അതിന്റെ 2-ാമത്തെ ആയത്തിൽ സൂറത്തുൽ ഹുജറാത്ത് ഇപ്പോ ഓതിയന്റെ 2-ാമത്തത്, നേരത്തെ പറഞ്ഞതിന്റെ ഇടക്ക് മുന്നത്തെ ആയത്ത്, അതിലെന്താ പറയുന്നത്? ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി, നിങ്ങൾ നബിയുടെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്താൻ പാടില്ല. നബി ഒരു സദസ്സിലുണ്ട്, ആ സദസ്സിൽ നബിയുടെ സാധാരണ നിലക്കുള്ള ഒരു സൗണ്ട് എത്രയാണോ ആ സൗണ്ടിനപ്പുറത്ത് നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കുക. നോക്കൂ എത്ര ബഹുമാനമാണ് നബിയോട് സ്വീകരിക്കേണ്ടത്. നബിന്റെ ശബ്ദത്തെക്കാൾ വോളിയം കൂടി സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ശബ്ദം കൂടുതലാവും, പൊതുവെ വോളിയം കൂടുതലാവും, ചില ആളുകൾക്ക് അത് കുറവായിരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു സാധാരണ പരിധി വിട്ട് പോകാൻ പാടില്ല. ഈ ആയത്തിറങ്ങിയതിനു ശേഷം സാധാരണ നബിന്റെ പള്ളിയിൽ വരുന്ന ഒരു സഹാബി പള്ളിയിൽ വരാതെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കാണുന്നില്ല. അപ്പൊ നബി ചോദിച്ചു, എന്താണ് അയാൾ വരാത്തത്? അങ്ങനെ അയാൾ അന്വേഷിച്ചു പിടിച്ചു. വീട്ടിൽ ചെന്നു വേറെ സഹാബി, ആള് ചെന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ സദസ്സിൽ വരാത്തത്? അപ്പം പറഞ്ഞു, ഇങ്ങനെ ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ. ആ ആയത്തിന്റെ അവസാനം പറയുന്നത്, നിങ്ങൾ സാധാരണ പരസ്പരം ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോലെ നബിന്റെ മുമ്പിൽ സംസാരിക്കരുത് എന്നാണ്. അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും? അൻ തഹബത്ത അഅമാലുക്കും, നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. ഒരു വിശ്വാസിയുടെ അമല് പൊളിഞ്ഞു പോകും നബിനേക്കാൾ ശബ്ദമുയർത്തി സംസാരിച്ചാൽ. അതുകൊണ്ട് എനിക്ക് പേടിയാകുന്നു, ഞാൻ നബിന്റെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും എന്റെ ശബ്ദം കുറച്ച് വോളിയം കൂടിയതാണ്. അപ്പൊ ആ സഹാബി മനസ്സിലാക്കിയത് അങ്ങനെയാണ്, എന്റെ ശബ്ദത്തിനേക്കാൾ കൂടാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചാൽ എന്റെ അമല് പൊളിഞ്ഞു. പൊളിയാതെക്കാൻ എന്താ ചെയ്യേണ്ടത്? സദസ്സിൽ വരാതെക്കാൻ, നബിന്റെ അടുത്തേക്ക് വരാതെക്കുക. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അങ്ങനെ അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു, വിളിച്ചുകൊണ്ടുവന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറഞ്ഞു. അതവിടെ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞത് 3-ാമത്തെ ആയത്തിൽ, അല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകനടുക്കൽ ശബ്ദം താഴ്ത്തിയവരെ അള്ളാഹു പ്രശംസിച്ചു പറഞ്ഞത് ഈ സഹാബിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിനാ, ഇങ്ങനെ പോലും ഭയപ്പെട്ട സഹാബത്ത് എങ്ങനെ പെരുമാറണമെന്ന് ഖുർആൻ കൽപ്പിച്ചുവോ ശബ്ദത്തിന്റെ കാര്യത്തിൽ പോലും ഈ ഒരു നിലപാടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറണം. ഇന്ന് നിങ്ങൾ പോയി നോക്കി, മക്കത്തും മദീനത്തും പോയാൽ നമുക്കറിയാം, മക്കയിലെ പള്ളിയിലുള്ള ശാന്തതയേക്കാൾ ശാന്തമായ അന്തരീക്ഷമാണ് മദീനത്തെ പള്ളിയിൽ. ലക്ഷക്കണക്കിന് ആളുകൾ മദീന പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. നമസ്കാരത്തിന് സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒരു ശബ്ദവും അവിടെ കേൾക്കൂല. വളരെ ശാന്തമാണ്.
വിശ്വാസികൾ ഇന്നും അത് പാലിക്കുന്നു. നബി അവിടെ ശബ്ദം ഉണ്ടാക്കില്ല, നബി മരിച്ചെടുക്കുകയാണ്. പക്ഷെ നബിയുടെ അടുക്കലാണ്. അതുകൊണ്ട് ആ ഒരു ബഹുമാനം നമ്മൾ കാണിക്കണം എന്നതുകൊണ്ടാണ് നമസ്കരിക്കും. നമുക്കറിയാം, ഒരനക്കവും കേൾക്കൂല. വല്ല ആളുകൾക്കും ചുമയോ അതുപോലെ തന്നെ തുമ്മലോ ഉണ്ടെങ്കിൽ അതിന്റെ ശബ്ദമല്ലാതെ ഒരു അനക്കം പോലും, ഇമാമിന്റെ ശബ്ദമല്ലാത്ത ഒരു ശബ്ദവും കേൾക്കൂല. അല്ലാത്തപ്പോൾ കേൾക്കുക. ഖുർആൻ പോലും ഉറക്കെയൊന്നുമില്ല. ഖുർആൻ അവിടെ നിന്നല്ല എവിടെയും ഉറക്കോതാൻ പാടില്ല. രണ്ടാളുടെ അടുത്ത് വേറെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ പതുക്കെ ഓതേണ്ടത്. നിസ്കരിക്കുന്ന ആൾക്കാർ മുൻഗണന. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ശാന്തമായ അന്തരീക്ഷമാണ്. ഇത് ഇന്നും സഹാബത്ത് അവിടെ പാലിച്ചു, സഹാബത്തല്ല മുസ്ലിങ്ങൾ പാലിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ പരസ്പരം പേര് വിളിക്കുന്നു. സഹാബത്തിനോട് അള്ളാഹു പറഞ്ഞ നിർദ്ദേശമാണ്. ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുമ്പോൾ പരസ്പരം വിളിക്കുന്നത് പോലെ ലാ തജഅലൂ ദുആ അർ-റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅളാ. നിങ്ങൾക്കിടയിൽ നബിയോടുള്ള വിളിയെ നിങ്ങൾ ആക്കരുത്. നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ, നമ്മൾ ഒരുത്തനെ മുഹമ്മദ് ഇബ്രാഹിം എന്ന് വിളിക്കുന്നത് പോലെ നബിയെ വിളിക്കാൻ പാടില്ല. കാരണം അത് നബിയാണ്, അള്ളാന്റെ നബിയാണ്. ആ ഒരു ബഹുമാനം നിങ്ങൾക്കുണ്ടാകണം. സൂറത്തുൻ നൂറിലെ 63-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം പഠിപ്പിച്ചു. അപ്പൊ നോക്കൂ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുക എന്നാൽ നേരത്തെ പറഞ്ഞ എല്ലാ തലത്തിലും പിൻപറ്റുന്നതും അതുപോലെ തന്നെ ചര്യ സ്വീകരിക്കുന്നതും നബി വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കലും എല്ലാം നബിയെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. അങ്ങനെ നബിയെ ബഹുമാനിക്കുക എന്നതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ മുഹമ്മദിനെ അള്ളാഹുവിന്റെ ദൂതനായി സാക്ഷ്യപ്പെടുത്തുന്നു, സാക്ഷ്യം വഹിക്കുന്നു എന്ന സാക്ഷ്യത്തിന്റെ താല്പര്യം. ഈ താല്പര്യം അനുസരിച്ചുള്ള പ്രവൃത്തി, നിലപാട്, സമീപനം നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ നമ്മൾ പരിശോധിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ സാക്ഷ്യം പൂർണ്ണമായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യം ദുർബലപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ, ദുർബലപ്പെടല്ല, അത് യാഥാർത്ഥ്യമാകാൻ ഉണ്ടാകേണ്ട കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഇതും യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് അവിടെ വീഴ്ച പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഷഹാദത്ത് പൂർണ്ണമായ സാക്ഷ്യമാകുന്നില്ല എന്നത് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏഴാമത്തേത്, നേരത്തെ പറഞ്ഞതിന്റെ ഭാഗമാണെങ്കിൽ പോലും പണ്ഡിതന്മാർ അത് വേറെ എണ്ണിയത് കാണാം. ഒരു പ്രശ്നത്തിൽ നമ്മൾ വിധി തേടുന്നു, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി നമ്മൾ കാണുന്നു എങ്കിൽ ആ വിധി അല്ലെങ്കിൽ നബിന്റെ സുന്നത്ത്, നബിന്റെ നടപടിക്രമം അത് നമുക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിക്കാൻ പാടില്ല. അത് സ്വീകരിക്കണം. ഇഷ്ടമല്ലെങ്കിൽ പോലും സ്വീകരിക്കണം. ഇഷ്ടക്കേട് അതിനോടുണ്ടാകരുത്. എങ്ങനെ ഇപ്പൊ തള്ളുക, നബി പറഞ്ഞുവല്ലേ എന്ന ഒരു വിമ്മിഷ്ടം പോലും പാടില്ല എന്നത് ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വല്ല കാര്യത്തിലും തർക്കമുണ്ടായാൽ ആ തർക്കമുള്ള കാര്യത്തെ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. അള്ളാഹിലേക്ക് മടക്കാൻ എന്താ? അള്ളാഹിന്റെ കിതാബിലേക്ക് മടക്കണം. നേരത്തെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞതുപോലെ അള്ളാഹിന്റെ കിതാബിലെ അതിന്റെ വിധി ഉണ്ടോ നോക്കണം. റസൂലിലേക്ക് മടക്കുക, വിളിച്ചു ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. റസൂലിലേക്ക് മടക്കാനതാ, നബിന്റെ സുന്നത്തിലേക്ക് മടക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വല്ല പ്രശ്നത്തിലും അഭിപ്രായ ഭിന്നത, മതത്തിന്റെ വിഷയത്തിൽ ഭിന്നിപ്പുണ്ടോ? ഇമാം ഷാഫിഈ എന്ത് പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ എന്ത് പറഞ്ഞു, ഇമാം മാലിക് എന്ത് പറഞ്ഞു, ഇമാം അബൂ ഹനീഫ എന്ത് പറഞ്ഞു, മുസ്ലിയാർ എന്ത് പറഞ്ഞു, മൗലവി എന്ത് പറഞ്ഞു എന്നതല്ല നോക്കേണ്ടത്. തർക്കത്തിന് പരിഹാരം ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കലാണ്. അപ്പൊ അതാണ് നമ്മൾ തൃപ്തിപ്പെട്ട് സ്വീകരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിയുണ്ട്, എന്നാൽ നബി പറഞ്ഞതാണക്കട്ടെ, ഞാൻ മദ്ഹബിന്റെ ഇമാമ് പറഞ്ഞതാണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ മൗലവി പറഞ്ഞതാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവന്റെ സാക്ഷ്യം പൂർണ്ണമായിട്ടില്ല. കാരണം അതിനേക്കാൾ നമ്മൾ തൃപ്തിയോട് സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ കിതാബും നബിയുടെ സുന്നത്തുമാണ്. സൂറത്തുൻ നിസായിലെ 65-ാമത്തെ ആയത്ത്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിന്റെ റബ്ബാണ് സത്യം, അവർ വിശ്വാസികളാവുകയില്ല. ആര്? വിശ്വാസികളാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക, നബിയെ വിധികർത്താവാക്കുന്നത് വരെ. എന്തില്? ഫീമാ ശജറ ബൈനഹും, മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നത്തിൽ തർക്കമുണ്ടായാൽ ആ തർക്കത്തിൽ വിധികർത്താവായി സ്വീകരിക്കേണ്ടത് അവിടെ നബിയുണ്ട്, അള്ളാന്റെ ഖുർആനുണ്ട്. അള്ളാന്റെ ഖുർആനിലേക്ക് മടക്കണം, ഖുർആനില്ല നബിയിലേക്ക് മടക്കണം. അപ്പോ തർക്കത്തിൽ വിധികർത്താവായി നബിയെ നിശ്ചയിക്കണം. നബിയെ വിധികർത്താവായി നിശ്ചയിക്കാത്തതുവരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. ഇത് നബിന്റെ കാലത്ത് ജീവിച്ച സഹാബികൾക്ക് ഇറങ്ങിയ ആയത്താ. മരിച്ച നമുക്കും ബാധക. അതെങ്ങനെ? നബി മരിച്ചുപോയി, നമുക്കിടയിൽ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നത്തിനുള്ള പരിഹാരത്തിന് വിധികർത്താവായി അള്ളാഹുവിന്റെ ഖുർആനും നബിയുടെ സുന്നത്തിനെയും നിശ്ചയിക്കണം. അതിലെന്താണ് വിധി എന്ന് നോക്കണം. ആ വിധി നമ്മൾ പാലിക്കണം. അതല്ല അത് വിട്ടിട്ട് വേറെ ആളാക്കാൻ പറ്റൂല. ഇനി അത് സ്വീകരിക്കണമെന്ന് മാത്രമല്ല, സുമ്മലാ യജിദൂ ഫീ അൻഫുസിഹിം, അവർ ആ വിധി സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, അവർ അവരുടെ മനസ്സിൽ കാണാനും പാടില്ല, തോന്നാനും പാടില്ല, ഹറജം മിമ്മാ ഖളൈത, നബി വിധിച്ച വിധിയിൽ ഒരു ക്ലേശവും ഉണ്ടാകാൻ പാടില്ല.
അപ്പൊ മനസ്സിൽ ഒരു വെറുപ്പോ ഒരു ക്ലേശമോ ഉണ്ടായിക്കൊണ്ടല്ല നബിയുടെ വിധി സ്വീകരിക്കേണ്ടത്. അത് നബി പറഞ്ഞില്ലേ, നബിന്റെ വിധിയല്ലേ എന്ന ഒരു മാനസികമായ സങ്കോചത്തോടുകൂടി വെറുപ്പോടുകൂടി നബിന്റെ വിധിയെ സമീപിക്കാൻ പാടില്ല. മറിച്ച് വയുസല്ലിമു തസ്ലീമ, നിങ്ങൾ പൂർണ്ണമായി അതിന് കീഴ്പ്പെടണം. നബിയുടെ വാക്കാണ് എന്നത് പൂർണ്ണമായി കീഴ്പ്പെട്ട് അംഗീകരിച്ച് വെറുപ്പില്ലാതെ, മനസ്സിൽ യാതൊരു ശങ്കയും അതുപോലെ തന്നെ വെറുപ്പും ഇല്ലാതെ നബിയുടെ വിധിക്ക് കീഴ്പ്പെടാതെ നിങ്ങൾ മുസ്ലിം ആവുകയില്ല. നോക്ക് എത്ര കൃത്യമാണ് ആയത്. തോട്ടത്തിലേക്ക് വെള്ളം തിരിക്കുന്നു. നമ്മുടെ അവിടെ പണ്ടൊക്കെ കൃഷി ഉണ്ടാകുമ്പോൾ വയലിലേക്ക് വെള്ളം തിരിക്കും. ഈ അടുത്ത മാസം കഴിഞ്ഞാലൊക്കെ വെള്ളം കുറയും. പിന്നെ തോട്ടുകൂടി ഇരിച്ചിരുന്ന കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ, മഴവെള്ളം കിട്ടാണ്ടാവില്ല, നെല്ല് കതിരി വരും. അപ്പൊ വെള്ളം ഉണ്ടാവില്ല, രാത്രി പോയിട്ട് വെള്ളം തിരിക്കും. ഇത് നമ്മുടെ നാട്ടിലുണ്ടായത് അടുത്ത കാലം വരെ ഇപ്പോഴും ഉണ്ട്. പാലക്കാട് ഭാഗത്തൊക്കെ എല്ലാം കാണാം, അണക്കെട്ടിൽ നിന്ന് ചാലിൽ വരുന്ന വെള്ളം അല്ലെങ്കിൽ ഇവിടെ കനാലിൽ വരുന്ന വെള്ളം. ഈ ജാതി കൃഷി രീതി അന്നുണ്ട്. കാരക്കത്തോട്ടിലേക്ക് വെള്ളം തിരിക്കുക. അപ്പൊ കാരക്കത്തോട്ടിലേക്ക് വെള്ളം തിരിക്കാൻ തന്നെ ദുനിയാവിന്റെ വിഷയമാണോ പരലോകത്തിന്റെ വിഷയമാണ്? ദുനിയാവിന്റെ വിഷയമാണ്. കൃഷിയിൽക്ക് എങ്ങനെ വെള്ളം നനക്കണം, എപ്പം ഒരാൾ തിരിക്കണം, അടുത്ത ആളെപ്പം തിരിക്കണം. രണ്ട് സഹാബികളുടെ തർക്കമുണ്ടായി. ആ തർക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധി പറഞ്ഞു. പക്ഷെ സഹാബിക്ക് ഇഷ്ടമുണ്ടായില്ല. ആ ചോദിച്ച അയാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു വിധിയാണ്. പക്ഷെ നബി ഹക്കായ വിധിയാ പറഞ്ഞത്. അതോടെ വിശദീകരിക്കാൻ സമയമല്ല. പക്ഷേ അവിടെ ഖുർആൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇഷ്ടമില്ലെങ്കിൽ പോലും മനക്ലേശത്തോടു കൂടിയല്ല, പൂർണ്ണമായി കീഴ്പ്പെടണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലെങ്കിൽ രണ്ടിലൊരാൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു വിധി ഇസ്ലാമിന്റെ പേരിൽ നബി നടത്തി. ആ വിധി അംഗീകരിച്ചുകൊള്ളണം. വ്യക്തിപരമായ പ്രശ്നമാണ്, കുടുംബ പ്രശ്നമാണ്. അപ്പൊ നോക്കൂ, പിന്നെയാണോ മതത്തിന്റെ വിഷയത്തിൽ എങ്ങനെ ചെയ്യണം, എന്ത് ഓതണം, എന്ത് വായിക്കണം, എന്ത് പാടണം, എന്ത് ആഘോഷിക്കണം, എന്ത് ആഘോഷിച്ചുകൂടാ, ഇതിലൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ തീരുമാനമുണ്ടെങ്കിൽ അത് അംഗീകരിക്കാത്തവൻ എങ്ങനെയാണ് വിശ്വാസിയാകുക? വിശ്വാസിയാവില്ല എന്ന് ഖുർആന്റെ വാക്കാ. ലാ യുഅ്മിനൂൻ, വിശ്വാസികളാവുകയില്ല ഇക്കാര്യം ചെയ്യാത്തതുവരെ. അപ്പൊ നോക്കൂ, ദുനിയാവിന്റെ വിഷയത്തിൽ പോലും, കുടുംബ വിഷയത്തിൽ പോലും, തോട്ടത്തിലേക്ക് വെള്ളം ഒഴുക്കിക്കൊണ്ടുപോകുന്ന വിഷയത്തിൽ പോലും നബിയുടെ തീരുമാനം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാത്തവന്റെ സാക്ഷ്യം പൂർണ്ണമാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെട്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. അവസാനമായി എട്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിക്കേണ്ടുന്ന ചില മര്യാദകളെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. നബി ആരാണ് എന്ന് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിലും ഈ ഒരു മധ്യമ നിലപാട് മുസ്ലിമിന് ഉണ്ടാകേണ്ടതുണ്ട്. നബിക്ക് എന്തൊരു സ്ഥാനമാണോ അള്ളാഹു നൽകിയിട്ടുള്ളത് ആ സ്ഥാനം നമ്മൾ അംഗീകരിക്കണം. അതിൽ കുറവ് വരുത്താൻ പാടില്ല, അതിന്റെ അപ്പുറത്ത് പോകാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന മാലപ്പാട്ടുകളും നബിദിനാഘോഷങ്ങളും അതുപോലെ ഒരുപാട് വിധേയത്വങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇതിൽ വീഴ്ച വരുത്തുന്നവരും പരിധി വിട്ടവരും കാണാം. എന്നാൽ ഒരു മുസ്ലിം ആരായിരിക്കണം? മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അബ്ദുള്ളക്കും ആമിന ഗർഭം ധരിച്ച് ജനിച്ച ഒരു മനുഷ്യനാണ്, മനുഷ്യൻ എന്നുള്ള നിലക്ക്. അപ്പോ മുഹമ്മദ് എന്ന് പറയുന്ന ആള് അള്ളാഹുവിന്റെ അടിമയാണ്. നബിക്കുള്ള പ്രത്യേകത എന്താ? അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂലാണ്. മനുഷ്യന്മാർക്ക് വഹി കിട്ടുന്നില്ല, മനുഷ്യനായ മുഹമ്മദ് നബിക്ക് വഹി കിട്ടുന്നു. അപ്പൊ നബിയെ ഒരു മനുഷ്യനായി കാണണം. ഇത് ഖുർആൻ തന്നെ പറയിപ്പിച്ചതാണ് നബിയെ കൊണ്ട്. ഖുൽ ഇന്നമാ അന ബശറും മിഥ്ലുക്കും. നബിയെ പറയണം, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. ഞാനൊരു മനുഷ്യനാന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാലും ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കാൻ പഴുതുണ്ട് എന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന് അറിയാവുന്നത് കൊണ്ട് നബിയെ കൊണ്ട് ആദ്യം തന്നെ അള്ളാഹ് പറയിപ്പിച്ചു, ഞാനൊരു മനുഷ്യനാണ് എന്നല്ല, നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ്. അപ്പൊ നബി സാധാരണ മനുഷ്യനാണോ? നബി സാധാരണ മനുഷ്യനല്ല. നബിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അതായത് നബിക്ക് ശ്രേഷ്ഠത ഉണ്ടോ അല്ലേ എന്നുള്ള വിഷയത്തിലല്ല, മനുഷ്യനുണ്ടാകുന്ന കഴിവിന്റെ കാര്യത്തിൽ, മനുഷ്യനുണ്ടാകുന്ന സ്വഭാവത്തിന്റെ കാര്യത്തിൽ നബിയും സാധാരണ ഒരു മനുഷ്യനെ പോലെയാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജനിക്കുന്നു അങ്ങനെയാണ് നബി ജനിച്ചത്, എങ്ങനെ മരിക്കുന്നു അങ്ങനെയാണ് മരിച്ചത്. മനുഷ്യനുണ്ടാകാവുന്ന മാനുഷികമായ കാര്യങ്ങൾ മുഹമ്മദ് എന്ന അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന നബിക്കുമുണ്ട്. അതുകൊണ്ടാണ് മിസ്ലുക്കും, ഞാൻ മനുഷ്യനാണെന്നല്ല, നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. ഇത് ഒന്നല്ല, ഒരുപാട് ആയത്തുകളിൽ കാണാം. എന്നിട്ട് എന്ത് പറഞ്ഞു? പിന്നെ നിങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനും മനുഷ്യൻ, നിങ്ങളും മനുഷ്യൻ, നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ. പക്ഷെ യൂഹയിലയ്യ, എനിക്ക് ഒരൊറ്റ പ്രത്യേകതയുള്ളൂ, എനിക്ക് അള്ളാഹിന്റെ വഹി കിട്ടുന്നു. എന്നാൽ ഇവിടെ നിൽക്കുന്നില്ല മനുഷ്യർ. അള്ളാഹുവിന്റെ അടിമയാണ്. ഒരിക്കലും സൃഷ്ടാവായ അള്ളാഹുവിന്റെ പദവിയും നബിക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല എന്ന് നബിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബിയെ സ്നേഹിക്കുന്ന പേരിൽ നബിയെ എന്താക്കി മാറ്റി? അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. അല്ലെ, മാലപ്പാട്ടുകളിലും നബിനെ ബഹുമാനിക്കുന്നവരും ഒക്കെ ആക്കിയതാണ്. സൃഷ്ടിയായ നബിയെ, അള്ളാഹുവിന്റെ അടിമയായ നബിയെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്കോ അതിനപ്പുറത്തേക്കോ കയറ്റിക്കൊണ്ടുപോയി പുകഴ്ത്തി എന്നതാണ്. ഇത് സ്നേഹമാണോ? മുസ്ലിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണോ? മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ആളുകൾക്ക് ഉണ്ടാകേണ്ടതാണോ? അല്ല.
ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറയാൻ, നിനക്ക് മുമ്പും പ്രവാചകന്മാരിൽപ്പെട്ട ആളുകളെ ഞാൻ അയച്ചിട്ടുണ്ട്. അതായത് മുഹമ്മദ് നബി ആദ്യം വന്ന ആളല്ല, എന്നെപ്പോലെ കുറെ നബിമാരെ പണ്ട് ഞാൻ അയച്ചിട്ടുണ്ട്. ആ ആളുകളൊക്കെ ആരായിരുന്നു? ഇന്നഹും യഅ്കുലൂന ത്വആമ വയംശൂന ഫിൽ അസ്വാഖ്. അവർ തിന്നുന്നവരായിരുന്നു, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഇത് മനുഷ്യന്റെ സ്വഭാവ. അവർ അങ്ങാടിയിലൂടെ നടക്കുന്നവരായിരുന്നു. നബി മദീനത്തെ ചന്തയിലൂടെ നടന്നിട്ടുണ്ട്, മക്കത്തെ ചന്തയിലൂടെ അങ്ങാടിയിലൂടെ നടന്നിട്ടുണ്ട്. അതുപോലത്തെ ഒരു മനുഷ്യനാണ് നീയും. അപ്പം മനുഷ്യരാണ്, അവരൊക്കെ തിന്നിട്ടുണ്ട്, കുടിച്ചിട്ടുണ്ട്. അല്ലാതെ മലക്കല്ല, വെറും റൂഹല്ല, കാറ്റല്ല, മറിച്ച് മനുഷ്യരാണ്. മനുഷ്യർക്കുള്ള അവസ്ഥകൾ നിനക്കുണ്ട് സൂറത്തുൽ ഫുർഖാൻ എന്ന് പറയാൻ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മറ്റ് നബിമാരോ മലക്കുകളല്ല. മലക്കുകളെ പോലത്തെ തിന്നാതെ കുടിക്കാത്ത അവസ്ഥയല്ല ഉള്ളത്. അതൊരു ആത്മീയമായ കാര്യമല്ല, മറിച്ച് റൂഹുണ്ട്, ജസദുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നബിയെ അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതില്ല, താഴോട്ടും കൊണ്ടുപോകേണ്ടതില്ല. ഇനി ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാണാം, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ തന്നെയാണ്. അൻസാ കമാ തൻസൗൻ, നിങ്ങൾ മറക്കുന്നത് പോലെ എനിക്കും മറവ് പറ്റും. ഒരു യുദ്ധത്തിൽ അസംസ്കരിക്കാൻ മറന്നുപോയി. ആർക്ക്? നബിക്ക്. അപ്പൊ നിങ്ങൾക്ക് മറക്കണ്ടോ? എനിക്കും മറവി പറ്റും. മറവി അതും നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മറക്കോ, ഞാൻ മറക്കും. കാരണം നിങ്ങൾ മനുഷ്യൻ, ഞാനും മനുഷ്യൻ. അപ്പൊ ഞാൻ മറവി പറ്റാത്ത എന്തോ ഒരു റൂഹിയായ ആത്മീയമായ ഒരു ജീവിയാണോ? അല്ല. ഫൈദാ നസീതു ഫദക്കിറൂൻ, ഞാൻ മറന്നാൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം. നമസ്കാരത്തിൽ 4 റക്അത്തിൽ 2 റക്അത്തിൽ നബി സലാം വീട്ടി. നബിക്കും മറവി വന്ന് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. നിസ്കാരം ചെയ്യുമ്പോൾ സാഹബിയോ ചോദിച്ചു, അല്ല നബിയെ നിങ്ങൾ നിസ്കാരത്തിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? അപ്പൊ വിചാരിച്ചെന്താ പുതിയൊരു രീതി വന്നിട്ടുണ്ടാകാം, പറയാൻ പറ്റില്ല, വഹി വേറെ അറിയിട്ടുണ്ടാകാം. അല്ല, ഒരു മാറ്റവും വന്നിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നബി സാഹബത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നബി ആ മറന്നുപോയ കാര്യം അപ്പൊ നിർവഹിച്ചു. നോക്കൂ, നബിക്ക് പറ്റിയതാണ്. ഉറങ്ങും, യാത്രയിൽ നബി ഉറങ്ങിപ്പോയിട്ടുണ്ട്. സഹാബത്ത് ഉറങ്ങി, സൂര്യൻ ഉദിച്ച് വെയിൽ തട്ടിയപ്പോഴാണ് ഉണർന്നത്. ഇത് സുബഹിസ്കരിക്കണ്ടേ, അത്ര സമയം ഉറങ്ങിപ്പോയി. എന്താ, ഞാനും പോലത്തെ മനുഷ്യനാണ്. അപ്പൊ മനുഷ്യപ്രകൃതമായ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, എനിക്കുമുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചെല്ലിയ ആളുകളുടെ വിശ്വാസം എന്താ? ലൗഹുൽ മഹ്ഫൂദിലുള്ള ഇൽമ് നബിയുടെ ഇൽമിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിന്റെ അപ്പുറത്ത് നബിന്റെ ഇൽമുണ്ട്. അള്ളാഹുവിന്റെ അറിവിനേക്കാൾ വലിയ അറിവാണ് ആർക്ക്? നബിക്ക്. എന്നാൽ ഗൈബിയായ ഒരു കാര്യവും നബിക്കറിയുകയില്ല. അള്ളാഹു എന്നെ ഖുർആനിൽ നബിയെ കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാണ്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗൈബ് അറിയൂല, ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ് വലൗ കുന്തു അഅലമുൽ ഗൈബ. മുഹമ്മദ് എന്ന അള്ളാഹുവിന്റെ പ്രവാചകനായ, അള്ളാഹുവിന്റെ അടിമയായ നിങ്ങളെപ്പോലത്തെ മനുഷ്യനായ ഞാൻ എന്താ പറയണത്? ലാ അഅലമുൽ ഗൈബ, എനിക്കറിയും, ഗൈബ് അറിയുകയില്ല, മറഞ്ഞതറിയൂല. മറഞ്ഞതറിയുമായിരുന്നെങ്കിൽ ലസ്തക്തർതു മിനൽ ഖൈരി, ഞാൻ നന്മ വർദ്ധിപ്പിക്കുമായിരുന്നു. വമാ മസ്സനിയ സൂ, ഒരു ഉപദ്രവം എന്നെ ഏൽക്കൂല. നബിക്ക് മുറിവറ്റിയില്ലേ, പല്ലുപോയില്ലേ, മുട്ടിന് മുറിവ് പറ്റിയില്ലേ, അങ്കിന്റെ മുള്ളു തറച്ചില്ലേ, ഇതൊന്നും എനിക്ക് ഉണ്ടാവില്ല. എനിക്ക് ഗൈബ് അറിയുമെങ്കിൽ. ഉഹുദിൽ പരാജയം ഉണ്ടായതുകൊണ്ടാ മുസ്ലിങ്ങൾ മറുഭാഗത്ത് ശത്രു, മല്ല മുകളിൽ കുറച്ച് അമ്പെയ്ത്തുകാർ. ഒരു തക്കം നോക്കി ഈ ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിക്കാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മല്ല അപ്പുറത്തോട്ട് പോയിട്ട് ഈ അമ്പെയ്ത്തുകാരെ, മലിന്റെ മുകളിൽ അമ്പെയ്ത്തുകാരെ കൊന്നിട്ട് ബേക്കൂട് വന്നു. 2 ഭാഗത്തും ശത്രുക്കൾ, നടുക്ക് മുസ്ലിങ്ങൾ കുടുങ്ങി. വലിയ ഉഹുദ് മലയും ഇപ്പുറത്ത് കാണുന്ന കുന്നും, പോയ ആൾക്കാർ അവിടെ ആൾക്കാർ കയറുന്ന കുന്ന്, അതാണ് അമ്പെയ്ത്തുകാരുടെ കുന്ന്, ജബൽ റുമാൻ. നബിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ ഈ 70 മനുഷ്യന്മാർ ഉഹുദിൽ മരിക്കുമോ? അപ്പൊ എന്താ, എനിക്ക് ഗൈബ് അറിയില്ല. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അള്ളാഹു ആരാണ്? അദൃശ്യം അറിയുന്നവരാണ്. അള്ളാഹ്ക്കേ അദൃശ്യം അറിയുള്ളൂ. ഇനി അദൃശ്യത്തെ അള്ളാഹു ഒരാൾക്കും അറിയിച്ചു കൊടുക്കുകയില്ല. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും. അതാർക്കാ? ഇല്ലാ മനിർത്തല മിർ റസൂലിൻ, ദൂതന്മാരിൽ നിന്ന് ആരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവോ, അള്ളാഹു ഇഷ്ടപ്പെട്ട നബിമാർക്ക് ചില കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കും. എല്ലാം കൂടി അറിയിച്ചു കൊടുക്കൂല, ചിലത് അള്ളാഹു അറിയിച്ചു കൊടുക്കും. ആർക്കും അള്ളാഹു അറിയിക്കുകയില്ല, ഇവർക്കല്ലാതെ. അള്ളാഹു മാത്രമാണ് കൈപറിയുന്നവൻ. ഈ ആയത്ത് നമ്മുടെ നാട്ടിലെ സമസ്തയുടെ പുസ്തകത്തിൽ, പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നിടത്ത് ആയത്ത് കട്ട് മുറിച്ച് പഠിപ്പിച്ചു. കട്ടത് പ്രിന്റ് ചെയ്ത് പഠിപ്പിക്കുന്ന പുസ്തകമാണ്, 4-5 ലെറ്റർ ഉള്ള പുസ്തകത്തിലാണ്. എന്താ വായിച്ചത്? ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മനിർത്തല എന്ന് മാത്രം കൊടുത്തു, മിർ റസൂൽ കൊടുത്തില്ല. എന്തിനാ? മിർ റസൂൽ കൊടുത്ത റസൂൽമാർക്ക് മാത്രമേ അത് അറിയിച്ചു കൊടുക്കുന്നു കിട്ടും. അപ്പൊ റസൂലിന് മാത്രമല്ല, ഈ നാട്ടിലെ ഭ്രാന്തന്മാർക്കും ഔലിയമാർക്കും, ഈ പച്ച പൊതിച്ചവനും മുറുക്കി തുപ്പുന്നവനും നിസ്കരിക്കാത്തവനും എല്ലാ ഭ്രാന്തന്മാരും ഔലിയായി കണക്കാക്കപ്പെടുന്നവർക്കൊക്കെ അള്ളാഹു അറിയിച്ചു കൊടുത്താൽ ഗൈബ് കിട്ടും എന്ന് വരുത്താൻ മിർ റസൂൽ എന്ന ഭാഗം കട്ടുമുറിച്ചിട്ട് ഒരായത്ത് പൂർണ്ണമായും 2ാമത്തെ ആയത്തിന്റെ തുടക്കവും കൊടുത്തു. ഇത് നാട്ടിലുണ്ടായി, നമ്മുടെ നാട്ടിൽ സമസ്തന്റെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടതാണ്. വിവാദയപ്പം പിൻവലിച്ചു. കുറെ കാലം ഇത് പാഠപുസ്തകത്തിലുണ്ടായിരുന്നു. അപ്പൊ നോക്കൂ, എന്തിനാണ് ഇങ്ങനെ നബിയെ ഗൈബ് അറിയുന്നവനായി കൊണ്ടുപോവുക? ഉപകാരം ഉപദ്രവം വരുത്താൻ അള്ളാഹ്ക്കേ കഴിയുള്ളൂ, നബിക്ക് കഴിയില്ല. അതും നബിയെ കൊണ്ട് പറയിപ്പിച്ചതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. 4ാമത്തത്, നബി അടിമയാണ്. അടിമ എന്ന് നബി എന്നെ പറഞ്ഞു, നബിയെ കൊണ്ട് പറയിപ്പിച്ചു. അടിമ എന്നത് നബിന്റെ മഹത്വമാണ്. കാരണം എന്താ? നബിക്ക് അടിമ സൃഷ്ടി എന്നതിനപ്പുറം ഒരു കഴിവും നബിക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല. മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടാണ്, സ്വന്തം കഴിവല്ല, അത് നബിയിലൂടെ വെളിപ്പെടുത്തിയതാണ്. നബി വിചാരിക്കുമ്പോ ഒക്കെ മുഅ്ജിസത്ത് ഉണ്ടാവില്ല, ഒരു നബിക്കും ഉണ്ടാവില്ല. അപ്പോ നബി ആരാന്ന് വെച്ചാൽ അടിമയാണ്.
അത് എന്റെ ശ്രേഷ്ഠതയായി പറഞ്ഞു. അതുകൊണ്ടാണ് നബിയെ പുകഴ്ത്തിയപ്പോ നബി പറഞ്ഞത്, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഈസാ നബിയെ പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്തരുത്. ക്രിസ്ത്യാനിയെ പുകഴ്ത്തി അള്ളാന്റെ ഒരു ഭാഗമാക്കി മാറ്റി, 3-ൽ 1 മാറ്റി. അങ്ങനെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. അതിന്റെ അപ്പുറന്ന് മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ ബുർദമാലയിലും മങ്കൂസ് മൗലിദൊക്കെ നബിയെ പുകഴ്ത്തി അള്ളാഹുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അത് ക്രിസ്ത്യാനികൾ ചെയ്ത പണിയാണ്. ഇപ്പണി ചെയ്താൽ ഷഹാദത്ത് പൂർണ്ണമാകുമോ? ഇല്ല. പിന്നെ നബി മരിക്കും, നബിന്റെ മരണം നിങ്ങളെ മരണം പോലെയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താ? നബി മരിച്ചാൽ നബിന്റെ പവർ കൂടിയതാണ്, എവിടുന്ന് വിളിച്ചാലും കേൾക്കും, ഉത്തരം ചെയ്യും. എന്നാ ഖുർആൻ പറഞ്ഞു, ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ, നീയും മരിക്കും അവരും മരിക്കും. എന്നാണ് എന്താ? നിങ്ങളെപ്പോലെ ഒരുത്തനാണ് ഞാൻ, നിങ്ങൾ മരിക്കോ? ഞാനും മരിക്കും. അപ്പോ നീയും മരിക്കും അവനും മരിക്കും, അവരും മരിക്കും എന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു ആയത്തിറക്കി. അപ്പൊ എന്താ? അവര് മരിക്കുന്നത് പോലെ തന്നെ നബിന്റെ മരണവും. മരിച്ചാൽ എന്താ? കേൾവി കാഴ്ചയൊക്കെ നിന്നു. അതുപോലെ തന്നെ നബിക്കും. നബിയോട് വിളിച്ചാൽ കേൾക്കൂല, നബി ഖബറിൽ നോക്കിയാൽ കാണൂല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ സലാം പറഞ്ഞാൽ കിട്ടും, അത് വേറെ വിഷയമാണ്. അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നുണ്ട്, അതിന് മലക്കൾ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെണ്ണ് സലാം പറഞ്ഞാൽ കിട്ടും, പാർസലാക്കേണ്ട കാര്യമല്ല, ചൊല്ലിയാക്കേണ്ട കാര്യമില്ല. എന്റെ സലാം അവിടെ പറയണം, അത് ഏർപ്പാട് ഇസ്ലാമിലില്ല, അത് വേറെ വിഷയമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഈ പറയുന്ന കാര്യങ്ങളിലും നബിക്ക് അള്ളാഹു കൊടുത്ത പദവിയിൽ നിർത്തുക, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക എന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ നിലപാട്. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം മധ്യമ നിലപാട് സ്വീകരിച്ച, പരിധി വിട്ടവരും വീഴ്ച വരുത്തിയവരുമായ 2 അപകട മേഖലയിലും പെടാതെ ഖുർആനും റസൂലും പഠിപ്പിച്ചതുപോലെ നബിയിൽ വിശ്വസിക്കുകയും നബിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന ഉത്തമ സമൂഹം എന്ന് ഖുർആൻ പഠിപ്പിച്ച യഥാർത്ഥ സുന്നത്തിന്റെ അനുയായികളിൽ, നബിന്റെ അനുയായികളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൽ വിശ്വസിക്കുവാനും പ്രവാചകനിൽ വിശ്വസിക്കുവാനും ആ 2 സാക്ഷ്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാനും സാധിച്ച് യഥാർത്ഥ വിശ്വാസികളായി നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തി നബിയെ കാണുവാനും നബിയോടൊപ്പം ജീവിക്കുവാനുമുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന മഹാന്മാരായ ആളുകളോടത്തിൽ നമ്മയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനുള്ള അറിവും പ്രവർത്തനവും കരുത്തും വിശ്വാസവും അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഞങ്ങൾ കാണാത്ത പക്ഷേ കൊതിച്ചുകൊണ്ടിരിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന ആ പ്രവാചകനെ കാണാനും പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ ഒരു ഇടം കിട്ടാനും ഭാഗ്യം സിദ്ധിക്കും.